ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരള 2025 ഭാഗമായി സല്യൂട്ട് ഗാസ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. ചിത്രപ്രദർശനം പലസ്തീനിലെയും ഗാസയിലെയും മനുഷ്യർ നേരിടുന്ന ക്രൂരതകളുടെ നേർസാക്ഷ്യമാകുകയാണ്. റോയിട്ടേഴ്സ്, അസോസിയേറ്റഡ് പ്രസ് തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിലുള്ളത്. അന്താരാഷ്ട്ര മീഡിയ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചിത്ര പ്രദർശനത്തിലൂടെ കേരള മീഡിയ അക്കാദമി ആദരവറിയിക്കുകയായിരുന്നു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ കൊല്ലപ്പെട്ട 300ഓളം മാധ്യമപ്രവർത്തകർക്കാണ് ആദരമറിയിച്ചത്. മിസൈൽ ആക്രമണത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെയും രക്ഷിതാക്കളുടെയും ചിത്രങ്ങൾ ഗാസയിൽ നടക്കുന്ന ക്രൂരതകൾ തുറന്നു കാട്ടുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരെക്കാൾ കൂടുതൽ മാധ്യമപ്രവർത്തകരാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത്. അവർ പകർത്തിയ ചിത്രങ്ങളുടെ ശക്തി അത് കണ്ട് മനുഷ്യർ അവരുടെ മനസ്സുണരും എന്ന് കണ്ടിട്ടാണ് അവരെ ഇല്ലാതാക്കിയത്. റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലീം പകർത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ച കുഞ്ഞിന്റെ പൊതിഞ്ഞുകെട്ടിയ മൃതദേഹം കെട്ടിപ്പിടിച്ചിരിക്കുന്ന വനിതയുടെ ചിത്രം, റോയിറ്റേഴ്സിലെ തന്നെ സമറബ് പകർത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 കൈകളും നഷ്ടപ്പെട്ട 9 വയസ്സുകാരുടെ ചിത്രം എന്നിവ യുദ്ധഭീതി വിളിച്ചോതുന്നു. ജീവൻ നഷ്ടപ്പെടാത്തവർ അനുഭവിക്കുന്ന നരകയാതനകളും ചിത്രങ്ങളിലുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണത്തിന് വേണ്ടി തിക്കിലും തിരക്കിലും പെട്ട് നിലവിളിക്കുന്ന കുട്ടികളുടെ ചിത്രം പലസ്തീനികൾ നേരിടുന്ന ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്നു. ദ റിയൽ കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തിലെ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന വാർത്താ ചിത്രങ്ങളുടെ പ്രദർശനവും ഇതിനോടൊപ്പമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.